അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഇപ്പോൾ ഒരു സംരംഭക അമ്മ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ കാശുകൊണ്ട് ഒരു സംരംഭം തുടങ്ങുന്നു, ഒരു കമ്പനി തുടങ്ങുന്നു. ആ കമ്പനിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് ആരോപണം ഉയരുന്നു. അത് അവർ നേരിടട്ടെ എന്നല്ലാതെ അത് പാർട്ടി നേരിടാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ്? എവിടെയാണ് പാർട്ടി നേരിട്ടത്? പാർട്ടി എവിടെയെങ്കിലും ഒരു കേസ് കൊടുത്തോ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് കോടതി തിരുവനന്തപുരം, വിജിലൻസ് കോടതി കോട്ടയം, വിജിലൻസ് കോടതി തൃശ്ശൂർ അടക്കം ആദ്യഘട്ടത്തിൽ നിരവധി കേസുണ്ടായിരുന്നു. ഹൈക്കോടതിയിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കേസ് വന്നു. സുപ്രീം കോടതിയിലും കേസുണ്ടായിരുന്നു. മറ്റ് ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതി അടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കേസുകൾ വന്നു. അതായത് ഈ ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കക്ഷികളും അതിൽ വന്നു. എതിർത്തും അനുകൂലമായിട്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി. ഏതെങ്കിലും തവണ പാർട്ടി ഒരു കേസിൽ കക്ഷിയാകുകയോ പാർട്ടി പ്രതിരോധിക്കാൻ വേണ്ടി കേസ് കൊടുക്കുകയോ ഈ കേസ് അന്വേഷണം ദുർബലപ്പെടുത്താൻ ഇടപെടൽ നടത്തുകയോ ചെയ്തോ? എല്ലാ ഘട്ടത്തിലും അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ. നിയമ പോരാട്ടത്തെ കുറിച്ചല്ല ചോദിച്ചത്. നിങ്ങൾ പ്രതിരോധം തീർക്കുന്നത് എങ്ങനെയാണല്ലോ? അല്ല 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 എനിക്ക് പറയാൻ അനുവാദമില്ലെങ്കിൽ ഞാൻ ചർച്ചയിൽ നിന്ന് മാറാം. എനിക്ക് ഇത്തരത്തിൽ അലമ്പുണ്ടാക്കാൻ താല്പര്യമില്ല. വളരെ തിരക്കുകൾക്കിടയിലാണ്, വലിയ ഭാരിച്ച ഉത്തരവാദിത്തത്തിന്റെ ഇടയിലാണ് ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. അതായത് എന്റെ ഒറ്റ വാചകം തുടങ്ങിയപ്പോഴേക്കും താങ്കൾ സ്ഥിരം ചെയ്യുന്നത് പോലെ ഇടപെട്ടു. മര്യാദയ്ക്ക് ആണെങ്കിൽ ഞാൻ ചർച്ചയിൽ തുടരാം. ഞാൻ പറയേണ്ടത് എന്താണെന്ന് എനിക്ക് തരുന്ന സമയത്ത് എന്താ പറയേണ്ടത് ഞാനാണ് തീരുമാനിക്കേണ്ടത്, അത് താങ്കളല്ല. യു ആർ ഓൺലി ആൻ ആങ്കർ. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് നിയമപരമായിട്ടോ മറ്റൊരു തരത്തിലോ പാർട്ടി പ്രതിരോധിക്കാൻ ഇറങ്ങിയിട്ടില്ല. അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇന്നലെ ശ്രീ MV ഗോവിന്ദൻ മാഷ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ MLA മുഹമ്മദ് റിയാസും ഈ വിഷയത്തിൽ വളരെ ക്ലാരിറ്റിയോടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അതിന് കൃത്യമായി അന്വേഷണത്തിന്റെ വിഷയത്തിലാണ് എന്നതുകൊണ്ട് മറുപടി പറയുന്നില്ല. പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം. അന്വേഷണം നടക്കട്ടെ, ഏതറ്റം വരെ പോകട്ടെ. ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഇതേപോലെ നമ്മൾ ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ടല്ലോ. 2025 ജനുവരി മാസത്തിൽ ഒരു 4-5 തവണയെങ്കിലും ഇരുന്നു. കമ്പനികാര്യ വകുപ്പിന്റെ സെക്ഷൻ 210-ഉം 212-ഉം അനുസരിച്ച് അന്വേഷണം ആരംഭിച്ചു. ആദ്യം കമ്പനികാര്യ വകുപ്പ് മേധാവി അന്വേഷിക്കുമെന്ന് പറഞ്ഞു. അന്നും ചർച്ചയ്ക്കിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ FSIO അന്വേഷണം പ്രഖ്യാപിച്ചു. സാധാരണ കമ്പനികാര്യ നിയമപ്രകാരം ഒരു അന്വേഷണം നടക്കുമ്പോൾ മറ്റൊരു ഏജൻസി അന്വേഷിക്കാറില്ല. അത് 2 ഏജൻസി പ്രഖ്യാപിച്ചു. അന്ന് ആദ്യത്തെ ഏജൻസിക്ക് 1 മാസവും രണ്ടാമത്തെ ഏജൻസിക്ക് 3 മാസവുമാണ് സമയം കൊടുത്തത്. അതായത് 2025 മാർച്ച് മാസം, ഏപ്രിൽ മാസമാകുമ്പോൾ ആ അന്വേഷണ കാലാവധി തീരണം. അന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ സുഹൃത്തടക്കം പറഞ്ഞത്, തൂക്കിക്കൊല്ലാൻ തയ്യാറായിക്കോ, ജയിലറ എണ്ണിക്കോ, ഗോതമ്പുണ്ട തിന്നാൻ തയ്യാറായിക്കോ, 3 മാസം കൊണ്ട് എല്ലാം തീരുമാനമാകുമെന്ന. ഇപ്പൊ 1.5 കൊല്ലമായില്ലേ മിസ്റ്റർ? എവിടെ പോയി FSIO? എവിടെ പോയി അന്വേഷണം? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ ബ്രേക്കിംഗ് ന്യൂസുകൾ ഇടയ്ക്കിടയ്ക്ക് വന്നു. ഇതേ EDയുടെ സെലക്ടീവ് ലീക്കേജ് വാർത്ത ഒരുപാട് വന്നില്ലേ? എന്തിനായിരുന്നു ഓരോ മാസവും ഈ വാർത്ത ചർച്ച ചെയ്യണം? ഇപ്പോൾ വന്ന ഇന്നലത്തെ പ്രസ് റിലീസിന്റെ അവസാനം എന്താ? ഡ്യൂറിംഗ് ദ സെർച്ച് ഓപ്പറേഷൻസ് സെവറൽ ഡിജിറ്റൽ ഡിവൈസസ് വെർ സീസ്ഡ് ആൻഡ് സ്റ്റേറ്റ്മെന്റ്സ് ആർ റെക്കോർഡഡ്. എവിടെ, ആരുടെ സെർച്ച്, എവിടെ നടത്തിയ സെർച്ച്, ആരുടെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തു, എന്ത് ഡിജിറ്റൽ, ആരുടെ കണ്ടെത്തി? ഉണ്ടോ? വിവരമുണ്ടോ? അങ്ങ് ഒരു ഉണ്ടയില്ല വെടിവെച്ചേക്കുക. ആക്രമിച്ചിട്ട് ഒറ്റവരിയോടെ അങ്ങനെയാണ് പറയേണ്ടത്. അഡ്വക്കേറ്റ് അരുൺകുമാർ അങ്ങനെ പറഞ്ഞു പോകല്ലേ, ഇടയ്ക്ക് ചോദ്യം ഉണ്ടാവല്ലോ. അങ്ങനെ ക്ഷമയോടെ കേട്ടോ. കഴിയണ്ടെന്നേ അങ്ങ് തന്നെ പറയൂ അഡ്വക്കേറ്റ് അരുൺകുമാർ. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒറ്റ മിനിറ്റ്. ഒരു വാചകല്ലേ വായിച്ചോളൂ. താങ്കൾക്ക് എന്തിനാ അത്ര ബുദ്ധിമുട്ട്? ഒരു വാചകം വായിച്ചപ്പോഴും സമയക്കുറവ്, പരസ്യങ്ങളുടെ ദൈർഘ്യം, അതൊക്കെ കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇടപെടെ എല്ലാവരുടെ അടുത്തും ഒറ്റ മിനിറ്റ്. രണ്ടാമത്തെ വാചകം ഒന്ന് വായിച്ചിട്ട് എന്തിനത്ര ബുദ്ധിമുട്ട്? താങ്കൾ തന്നെ ഇതിങ്ങനെ ഈ അലമ്പുണ്ടാക്കലെന്നാ പറഞ്ഞത്. രണ്ടാമത്തെ വാചകം, എവിഡൻസ് റിലേറ്റഡ് ടു ട്രാൻസ്ഫർ ഓഫ് മണി യൂസിംഗ് ഹവാല ചാനൽ ഓൾസോ ഫൗണ്ട്. എവിഡൻസ് റിലേറ്റിംഗ് ടു ട്രാൻസ്ഫർ ഓഫ് മണി. ആര് ട്രാൻസ്ഫർ ചെയ്തു, എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു, എവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു, ഹവാല മണി, ഏത് മണി, എവിടത്തെ മണി? ഇത് ഉണ്ടയില്ലാത്ത വെടി മാധ്യമങ്ങൾക്ക് ഇട്ടുകൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു 10-15 ദിവസം ചർച്ച നടത്തണം. ഏത്? കേരളത്തിൽ ഇപ്പോൾ ലൈവായിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന്, മുഖ്യധാരയിൽ നിന്നും മാറണം. അത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു വരിക്ക് ക്ലാരിഫിക്കേഷൻ ഉണ്ടോ? ശരി, എല്ലാ വരികളും ഒരു ദീർഘമായ വാർത്താക്കുറിപ്പില്ല, ഒരൊറ്റ പേജ് വാർത്താക്കുറിപ്പാണ്. അത് അങ്ങേക്കും അറിയാവുന്നതാണ്. അപ്പൊ മുഴുവൻ കാര്യങ്ങളും ആ വാർത്താക്കുറിപ്പിൽ വേണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മുടെ മുന്നിൽ 8 ഇടത്ത് നടന്ന റെയ്ഡുണ്ട്. അഡ്വക്കേറ്റ് അരുൺകുമാർ, അങ്ങ് ഈ പറഞ്ഞ പോലെ, ഇല്ല ഞാൻ ചോദിക്കട്ടെ, ചോദ്യം കഴിഞ്ഞില്ല. അങ്ങ് പറഞ്ഞതുപോലെ എന്താണ് ഇപ്പോൾ നടന്നിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ. 8 ഇടത്ത് റെയ്ഡ് നടന്നു. അങ്ങ് പറഞ്ഞതുപോലെ കേസ് നേരിടാൻ വേണ്ടി നിങ്ങൾ ഒരു കോടതിയിലും പാർട്ടി പോയിട്ടില്ല എന്ന് പറഞ്ഞു. ശരി, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്.
നിങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രതിരോധം തീർത്തത് പിണറായി വിജയൻ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് ED വന്നപ്പോൾ എന്നുള്ളത് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ആ രൂപത്തിലുള്ള പ്രതിരോധമാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇനിയിപ്പോൾ മുതലക്കുളം മൈതാനത്ത് ഒരു വിശദീകരണ യോഗം എന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ടാന്ന് വെച്ചോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് അന്വേഷണവും നടന്നോട്ടെ. ആ കേസ് ഇപ്പൊ എക്സലോജിക് ആയാലും ഇപ്പൊ ലെയ്ക്കറുമായി ബന്ധപ്പെട്ടുകൊണ്ടും കമ്പനികാര്യ നിയമമോ ഈ രാജ്യത്തുള്ള ഏത് നിയമപ്രകാരവും അന്വേഷണം നടന്നോട്ടെ. ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിച്ചു, താങ്കൾ തെന്നി മാറി. അതായത് 2025 മാർച്ചിൽ തൂക്കിക്കൊല്ലുമെന്ന് പറഞ്ഞതാണേ. 2025 ഗോതമ്പുണ്ട തിന്നുമെന്ന് പറഞ്ഞതാ. അപ്പോൾ ആ മാർച്ച് കഴിഞ്ഞ് പിന്നെ 1.5 കൊല്ലമായിട്ടും എന്തുകൊണ്ടാണ് അന്വേഷണ റിപ്പോർട്ട് പോലും കൊടുക്കാത്തത്? ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്തു, കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തു. അതിനുശേഷം ഒരടി പോലും ഇഡിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത എന്തുകൊണ്ട്? ആ ചോദ്യം നിൽക്കുക. ഒന്നാമത്തെ കാര്യം ED പുറത്തുവിടുന്ന വിവരങ്ങൾ, ആ വിവരങ്ങൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകളുമായി ബന്ധപ്പെട്ടാണെന്ന് വരുമ്പോൾ ഇതിലൊരു കേസ് ഉണ്ടല്ലോ. ഒരു കേസില്ലാതെ ചർച്ച ചെയ്യല്ലോ. ഇവിടെ CMRLന്റെ MD തന്നെ പറയുന്നു സേവനമൊന്നും കിട്ടിയിട്ടില്ല, പിണറായി വിജയന്റെ മകൾ എന്ന നിലയ്ക്കാണ് പണം കൊടുത്തത് എന്നതിൽ നിന്ന് അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്ന എവിടെയാണ്? വീണയുടെ ജീവിത പങ്കാളി മുഹമ്മദ് റിയാസിലേക്കും മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളിലേക്കും അവരുടെ വീടുകളിലാണ് റെയ്ഡ് നടത്തിയത്. ഇത് ഈ പറയുന്ന ഈ ലേക്കൽ ഫിൻകോർപ്പ് അങ്ങേക്ക് കമ്പനിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ധാരണയുണ്ടോ? ലേക്കർ ഇന്ത്യ കോർപ്പ് എന്തെങ്കിലും ധാരണയുണ്ടോ? അത് പ്രവർത്തിക്കുന്നത് 2 നില കെട്ടിടത്തിൽ ഒരു മുറിയിൽ കടലാസിൽ പുറത്ത് പതിപ്പിച്ചിട്ട് ഒരു രേഖയിൽ ഇങ്ങനെയൊക്കെയാണ് ഒരു കമ്പനി പ്രവർത്തിക്കുക. അതൊരു ഷെൽ കമ്പനിയാണെന്ന് ED പറയുമ്പോൾ അതിന് പാർട്ടി ഉത്തരം നൽകുന്നത്. അത് പാർട്ടിക്ക് പറയണമെങ്കിൽ പറയണ്ട, അത് വീണ പറഞ്ഞോട്ടെ എന്നാണെങ്കിൽ അങ്ങനെ ആവട്ടെ. പക്ഷെ അതേക്കുറിച്ച് നാമനിർദ്ദേശ പത്രികയിൽ 10 ലക്ഷത്തിന്റെ നിക്ഷേപം എന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നത്. അല്ല, താങ്കൾ ഇപ്പൊ പറഞ്ഞല്ലോ മുഹമ്മദ് റിയാസിലേക്ക് എത്തി നിൽക്കുന്നു, ഷെൽ കമ്പനിയാണെന്ന് ED പറയുന്നു. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കളെ കൂട്ടുള്ള ഒരാൾ ഇങ്ങനെ പറയുന്നത്? മുഹമ്മദ് റിയാസിലേക്ക് എത്തിയിരിക്കുന്നു. മനോരമ ഒരു ഫോട്ടോ വെച്ച് വാർത്ത കൊടുത്തു. മുഹമ്മദ് റിയാസ് അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചു. എന്താ? ഒരിക്കലും തന്നെ ചോദ്യം ചെയ്തിട്ടില്ല, ഒരിക്കലും തന്നെ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ നിങ്ങളൊക്കെ പറയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ED അടുത്ത ഘട്ടത്തിൽ ചോദ്യം ചെയ്യാനിരിക്കുന്ന ഒരാൾ അല്ല, ഞാൻ എത്തുന്നു എന്ന് പറഞ്ഞ മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ നേരത്തെ റെയ്ഡ് നടത്തിയിട്ടുണ്ട്. മുഹമ്മദ് റിയാസിലേക്കാണ് അടുത്ത നീക്കം എന്ന EDയിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ റിപ്പോർട്ടർമാരും ഉണ്ടല്ലോ, EDയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കിട്ടുന്നുണ്ടാവുമല്ലോ. ആയിക്കോട്ടെ. ഞാൻ സമ്മതിച്ചു, EDയുമായിട്ട് ബന്ധപ്പെട്ട വിവരം എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് മറ്റുള്ളവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. താങ്കൾക്ക് കിട്ടുന്നുണ്ട്, താങ്കളുടെ മാധ്യമപ്രവർത്തകർക്ക് കിട്ടും. അത് നിങ്ങൾ വിശ്വസിച്ചോളുക. കാരണം അതെ അല്ലല്ല, അത് എന്റെ സമയം താങ്കളല്ല നിശ്ചയിക്കേണ്ടത്. അത് നിശ്ചയിക്കാൻ താങ്കളായിട്ടില്ല. ഒറ്റ കാര്യം, ഇവിടെ സെലക്ടീവ് ലീക്കേജിന്റെ ഭാഗമായി ED വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരുപാട് വാർത്തകൾ ലീക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. താങ്കൾ തന്നെ സമ്മതിച്ചു കിട്ടുന്നുണ്ടെന്ന്. അത് ബിരിയാണി ചെമ്പിന്റെ പേരിൽ സ്വർണം കടത്തി, നയതന്ത്ര ബാഗേജിന്റെ സ്വർണം കടത്തി, ഈന്തപ്പഴത്തിന്റെ കുരു, ഖുറാന്റെ ഉള്ളിലെ സ്വർണം, ഇതൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ആ അന്വേഷണമൊക്കെ എവിടെ എത്തിയെന്ന് അറിയാം. EDയുടെ കൺവിക്ഷൻ റേറ്റ് 0.5% ഈ രാജ്യത്ത് തുടരുന്നതും 4900 കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിലൊരു 10 കേസ് പോലും ശിക്ഷിക്കാൻ പറ്റാത്തതും 197 നേതാക്കന്മാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് 194 പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ ആയി മാറുന്നതും, ഇതെല്ലാം വൈറ്റ് വാഷ് അടിച്ച് BJP ആയി മാറുമ്പോൾ ഇല്ലാതായതൊക്കെ നമ്മുടെ മുന്നിൽ അന്വേഷിച്ചോട്ടെ. ഓരോ മാസവും ലീക്കേജ് തന്നോട്ടെ. അല്ല, പിണറായി വിജയന്റെ രാഷ്ട്രീയ വേട്ടയാണോ ഇത്? ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഓരോ ഘട്ടത്തിലും ED നിങ്ങൾക്ക് സെലക്ടീവ് ലീക്കേജിലൂടെ ബ്രേക്കിംഗ് ന്യൂസ് തന്നു. നിങ്ങൾ അത് ബ്രേക്കിംഗ് ന്യൂസ് ആക്കി മാറ്റി. ഇതുപോലെ അന്തിച്ചർച്ചയുടെ ഭാഗമായി എവിടെ എത്തി? എന്തിന് പിണറായി വിജയനെ വേട്ടയാടണം? അതിനാണ് താങ്കൾ കണ്ടെത്തേണ്ടത്. ഇതിനാണ് ഉത്തരം. അല്ല, അങ്ങ് പറയൂ, എന്തിന് പിണറായി വിജയനെ വേട്ടയാടണം? പിണറായി വിജയനെ BJP ഇനി എന്തിന് വേട്ടയാടണം? അരുൺകുമാർ, താങ്കൾ ക്ഷമിക്കൂ. പറയൂ. അല്ല, ക്ഷമിക്കൂ, താങ്കൾ കേൾക്കൂ. താങ്കൾ തന്നെ ഉത്തരവും ചോദ്യവും ചോദിച്ചിട്ട് താങ്കൾ അവസരം തരാത്തല്ല. എന്തിനു വേട്ടയാടണം എന്നതാണ് ഞങ്ങളുടെ ചോദ്യം.
ഇന്ത്യയിൽ ആഗോളവൽക്കരണ നയങ്ങൾക്ക് ബദൽ സൃഷ്ടിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഓരോ തെറ്റായ നയങ്ങളെയും ചെറുക്കുന്നത് ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് ഇഡിക്കെതിരെ കോൺഗ്രസ് എടുക്കുന്ന നിലപാടല്ല കേരളത്തിലെ നിലപാട്. ഒറ്റ ചോദ്യമുള്ളൂ, കഴിഞ്ഞ മാർച്ചിൽ തൂക്കിക്കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു പേപ്പർ ഈ എറണാകുളത്തെ ഹൈക്കോടതി സ്റ്റേ ചെയ്തു വെച്ചില്ലേ? കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തു വെച്ചില്ലേ? ജോയിന്റ് സെക്രട്ടറി നന്ദുലാൽ, PP ഷൈജൽ, ഫെബീഷ് മുഹമ്മദ്, ഹാരിഷ് കളത്തിങ്കൽ, ഫൈജാസ്, ഈ പേരുകളൊക്കെ വീണയുടെ ഡയറിയിൽ നിന്ന് കിട്ടിയാന്നേ. അങ്ങ് ഈ പറയുന്ന ആഗോളവൽക്കരണക്കാരോട് മാറ്റിവെക്കൂ കുറച്ചു കാലം. അതെ, ആ ഡയറി എവിടെന്ന് കണ്ടോ? ഇതിനു മുമ്പ് ഒരു ഡയറി ഇട്ട് താങ്കൾ ആദ്യം ചോദിച്ചു കോൺഗ്രസ് പ്രതിനിധിയോട്, ഏത് ഒരു ഡയറി ഉണ്ടല്ലോ, അതിൽ കുറെ പേരുണ്ടല്ലോ. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഈ ഡയറി പേജിൽ ചുണ്ട് കടലാസൊക്കെ വെച്ചാൽ അത് തെളിവല്ലാന്ന്. അല്ല, ഒന്ന് കേൾക്കൂ മിസ്റ്റർ, എന്തിനാണ് ഇങ്ങനെ അസഹിഷ്ണുത? ഇതെന്താ, ഇത് റേഡിയോ ആണോ? താങ്കൾ പറയുമ്പോ മറുപടി പറയുമ്പോ തന്നെ ഇങ്ങനെ കിടന്ന് കുരയ്ക്കാൻ വരുന്നത്? ഒന്ന് കേൾക്കൂ. ഇവിടെ കൃത്യമായിട്ട് ഒരു ഡയറി കിട്ടി, താങ്കൾ ചോദിച്ചല്ലോ. ആ ഡയറിക്ക് എന്താ ആ ഡയറിയെ കുറിച്ച് എന്താ പറഞ്ഞത്? എന്താണ് സംസാരിച്ചത്? ഇപ്പൊ എന്ത് വാക്ക് ഉപയോഗിച്ചത്? എന്താണ് പറഞ്ഞത് അരുൺകുമാർ? താങ്കൾ ഇങ്ങനെ ഒച്ചപ്പാട് എന്ന വാക്കല്ല ഉപയോഗിച്ചത്. അങ്ങ് പറഞ്ഞ വാക്ക് പിൻവലിക്കൂ. അവതാരകയോട് കുറയ്ക്കുക എന്ന് പറയുന്ന CPM-ന്റെ നിലപാടാണോ അങ്ങ് ഈ പറഞ്ഞത്? അതോ അങ്ങയുടെ ഭാഗത്ത് വന്ന പിഴവാണോ? അങ്ങേക്ക് ഇപ്പൊ തിരുത്താം. കുറയ്ക്കുക എന്ന പ്രയോഗം, ഒരു വനിതാ ആങ്കറിനോട് അങ്ങ് ഉപയോഗിക്കുന്ന പ്രയോഗം, ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങേക്ക് ആ വാചകത്തിന് ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അങ്ങ് പറയും. കുറയ്ക്കുക എന്ന പ്രയോഗം തെറ്റാണോ ശരിയാണോ? അല്ലല്ല, ഒറ്റ മിനിറ്റ്. എന്റെ ഓരോ വാചകത്തിനും എന്റെ ഓരോ വാക്കിലും തടസ്സപ്പെടുത്തി താങ്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രയോഗത്തിനെ അത്തരത്തിലൊരു വാക്കല്ലാതെ വിശേഷിപ്പിക്കാൻ ശരി. അങ്ങനെയെങ്കിൽ അങ്ങേക്ക് ചർച്ചയിൽ തുടരേണ്ടതില്ല. ഇല്ല, കുറയ്ക്കൽ എന്ന പ്രയോഗം നടത്തിയ ഒരാളുമായിട്ട് എനിക്ക് ചർച്ചയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങേക്ക് വരിക. അങ്ങേക്ക് ഉത്തരമില്ല. ആഗോളവൽക്കരണം പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഎഫ്ഐയുടെ നേതാക്കളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന റെയ്ഡിന് അങ്ങ് മറുപടി പറയാതെ അങ്ങ് പോവുകയാണ്. അങ്ങ് ഇവിടെ നടത്തിയിരിക്കുന്നത് വളരെ മോശം പ്രയോഗമാണ്. അങ്ങേക്ക് അത് പിൻവലിക്കാനാവില്ല. അന്തസ്സില്ലാത്ത പ്രയോഗമാണ് നടത്തിയത്. അന്തസ്സില്ലാത്ത പ്രയോഗം നടത്തിയത് പിൻവലിക്കാൻ അങ്ങേക്ക് അവസരം നൽകിയിട്ട് അങ്ങ് ചെയ്തില്ല. എന്റെ ശൈലിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എന്റെ ചോദ്യം ചോദിക്കും. അങ്ങേക്ക് ചോദ്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല അരുൺകുമാർ. ഇല്ല, അങ്ങേക്ക് ഈ പ്രയോഗമായി മുന്നോട്ട് പോകാനല്ല. അങ്ങേക്ക് പിൻവലിക്കാമെങ്കിൽ പിൻവലിക്കാം, അല്ലെങ്കിൽ അങ്ങേക്ക് ഇറങ്ങാം. ഇല്ല, പിൻവലിക്കാമെങ്കിൽ പിൻവലിക്കാം, അല്ലെങ്കിൽ അങ്ങേക്ക് ഇറങ്ങാം. ഇല്ല, ഇടവേളയിലേക്ക് അരുൺകുമാർ. Debate with Smriti Parathikkad.